പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രസകരമായ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ നടി ലെന പറഞ്ഞ ഒരു കാര്യം മാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ കണ്ടു കാണും. അവരുടെ പൂർവ്വജന്മത്തെക്കുറിച്ചാണ് ലെന പറഞ്ഞത്. അവരൊരു ബുദ്ധ സന്യാസിനിയായിരുന്നു. 63-ാം വയസ്സിലാണ് മരിച്ചത്. പിന്നീട് പുനർജന്മമെടുത്ത് ഇപ്പോൾ നമ്മളറിയുന്ന സിനിമാ നടി ലെന ആയിരിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ ഒരു താല്പര്യമുണ്ട്, അടുത്ത ജന്മത്തിൽ നമ്മൾ ആരായിരിക്കുമെന്ന് അറിയില്ല. കഴിഞ്ഞ ജന്മത്തിലെങ്കിലും ആരായിരുന്നു എന്നറിയാൻ ഒരു താല്പര്യമില്ലാത്തവരാരുമില്ല. എനിക്കും ഉണ്ട് കേട്ടോ ആ താല്പര്യം. അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒരു കൗതുകം. പക്ഷേ ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു സവിശേഷപ്പെട്ട ഒരു അതിഥിയുണ്ട്. തന്ത്രജ്ഞനായ വിജ്ഞാനിയായ അനൂപ് അഗ്നിശർമ്മൻ. നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്നാണ്. ഇത് പറയുന്നത് ശാസ്ത്രീയമാണോ? ശാസ്ത്രീയമാണോ? എങ്ങനെ അറിയാൻ പറ്റും? പറയാം. നമ്മളുടെ ഇതിനെപ്പറ്റി വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അല്ലേ? പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ നമ്മൾ വിശദമായിട്ട് ചിന്തിക്കേണ്ടി വരും. ഇതിൻ്റെ എല്ലാം ഒരു ആധാരം എന്ന് പറയുന്നത് സൂര്യന്, ചന്ദ്രന്. സൂര്യനാണ് ആത്മാവ്, ചന്ദ്രനാണ് മനോകാരകൻ. സൂര്യനാണ് അച്ഛൻ, ചന്ദ്രനാണ് അമ്മ. ഈ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ബന്ധമില്ലാണ്ട് ഈ ഭൂമിയിൽ ഒരു വിത്തും മുളയ്ക്കില്ല. അപ്പം ഒരുവൻ്റെ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ആത്മാവ് മനുഷ്യകർമ്മ തുടങ്ങിയ ഏത് കാലഘട്ടമാണോ ആ കാലഘട്ടം മുതൽ എന്ത് കർമ്മങ്ങളാണോ അവൻ്റെ ജീവിത നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടി അവൻ അനുഷ്ഠിച്ച ആചാരങ്ങൾ, അതിൻ്റെ ശുഭവും അശുഭവുമാകുന്ന കർമ്മകാര്യങ്ങൾ ആ DNA യിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ഭയം എന്ന് പറയുന്ന ഒരു കാര്യം, ആദ്യകാലത്ത് ബോധജ്ഞനല്ലാത്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒന്നിനെ പറ്റി ഭയപ്പെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതെ, ഒന്നിനും പേടിക്കണ്ട, അറിവില്ല, പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അവന് രണ്ട് കാര്യങ്ങളെ ഭയം ഉണ്ടായിരുന്നു. ഒന്ന് ഇരുട്ട്, രണ്ട് സർപ്പം. ഇതിനെപ്പറ്റി ഭയമായിരുന്നു. അതായത് ഇരുട്ട് ബാധിക്കുമ്പോഴാണ് പാമ്പുകൾ പുറത്തിറങ്ങി വരുന്നത്. അപ്പം ഈ പാമ്പ് കൊത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവങ്ങൾ? മരണപ്പെട്ടു പോകും. അത് പിന്നെ ഇരുട്ടിലേക്കാണ് വരിക. ഇത് കണ്ട് ഇവന് മനസ്സിലായി എന്ത്? ഇരുട്ടിൽ പാമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവന് ഇരുട്ടിനെ ആദ്യമായി ഭയക്കാനായിട്ട് തുടങ്ങി. പാമ്പ് എന്ന് പറയുന്നൊരു സാധനം ആപത്തിനെ കൊടുത്ത ഒരു സാധനമായിട്ട് ഇവൻ ചിന്തിച്ചു. അപ്പോൾ ഇരുട്ടിനെയും പാമ്പിനെയും ഒരു മനുഷ്യൻ ആദ്യം ഭയപ്പെട്ടത് ഈ രണ്ട് കാര്യത്തിലാണ്. അപ്പോൾ ഈ ഒരു സാധനം അവൻ്റെ ഉള്ളിലുണ്ട്. എന്ത്? നാഗത്തെ ഭയവും ഇരുട്ടിനെയും ഭയം. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇരുട്ട് കാണുമ്പോൾ എന്തോ ഒരു ഭയം തോന്നാറുണ്ട്. പാമ്പിനെ കാണുമ്പോൾ ഇത് നമുക്കറിയാം, ഇത് നമുക്ക് ആപത്ത് വരുന്നതാണ്. ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നിക്കും ഇങ്ങനൊരു കാര്യമുണ്ട്. കോഴിക്കുഞ്ഞിനെ എടുത്തിട്ട് വെള്ളത്തിലോട്ടിട്ടാൽ അത് പിന്നീട്ടൊന്ന് മാറും. താറാൻ കുഞ്ഞിനെ എടുത്ത് അതിലോട്ടിട്ടാലോ സുഖമായിട്ട് നീന്തിപ്പോകും. ആരും പറഞ്ഞു പഠിപ്പിച്ചിട്ടല്ലല്ലോ. ജനിക്കുമ്പോഴേ മുട്ട വിരിഞ്ഞ് കഴിയുമ്പോഴേ അത് നീന്തും. സംഭവം അറിയാം. അപ്പം ഇത് ആരും പറയാണ്ട് തന്നെയല്ല ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടാവും. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ മുജ്ജന്മത്തിൽ നമ്മൾ ഏത് റൂട്ടിലൂടെ സഞ്ചരിച്ചു, എന്ത് കർമ്മ ചെയ്തു, നല്ലത് ഏത് ചെയ്തു, കെട്ടത് ഏത് ചെയ്തു. കർമ്മങ്ങളില്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങോട്ട് പുനർജനിക്കേണ്ട ഒരു ആവശ്യമേ വരത്തില്ല. അതെ അതെ, കർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിലാണ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ജന്മം വരുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കറിയേണ്ട ഒരു കാര്യം. ഒന്ന്, അങ്ങ് കുറേ ക്ഷേത്രങ്ങളിലൊക്കെ തന്ത്രം ചെയ്തിട്ടല്ലേ? എവിടെയൊക്കെയാണ്? ഒരുപാട് ക്ഷേത്രങ്ങൾ. ആറ്റിങ്ങൽ തന്നെ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ ഉണ്ടല്ലേ? അതുകൂടാതെ ഇത് മറ്റേ ജ്യോതിഷം ഞങ്ങൾ പാരമ്പര്യമായ രീതിയിൽ ജ്യോതിഷ ഫാമിലിയാണ്. അച്ഛൻ്റെ അച്ഛൻ, അപ്പൂപ്പൻ. അപ്പം വെല്ലിച്ചൻ്റെ അച്ഛനൊക്കെ സാമൂതിരിയുടെ കാലത്ത് രാജ കർമ്മയിൽ അവർക്ക് ജ്യോതിഷ ഉപദേശം കൊടുത്തു. കോഴിക്കോടല്ല, അമ്പലപ്പുഴ സാമൂതിരി കണക്ഷൻ എന്താ? അവിടുത്തെ കൊട്ടാരമായിട്ട് ബന്ധമുണ്ട്. ഓ, അവിടെ ഉണ്ടല്ലേ? എനിക്കതറിയില്ല. കൊട്ടാരമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തലവടി എന്ന് പറയുന്ന സ്ഥലത്ത്, തലവടി ചേർത്തല കഴിഞ്ഞിട്ട് തകഴിക്കടുത്ത്. ആ തലവടിയല്ല, ഇത് നമ്മുടെ ചക്കുളത്തുകാവ്. അത് തന്നെ, തകഴിക്കടുത്ത്. എനിക്കറിയാം. അവിടുത്തെ കൊട്ടാരം. എൻ്റെ ഭാര്യ വീടൊക്കെ ആ ഭാഗത്താണ്. ഭാര്യയുടെ അമ്മാവനൊക്കെ തലവടിയിലുണ്ട്. തലവടിയിലെ മാമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അദ്ദേഹം വലിയ ആയുർവേദ ഫാമിലിയാണ്. ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസറൊക്കെ ആയിരുന്നു. ആ ഫാമിലിയിലെ എല്ലാവരും വൈദ്യ ഫാമിലിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അങ്ങ് ഇക്കാര്യത്തിൽ ഒരു പണ്ഡിതനാണ്.
അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ പുനർജന്മം? അപ്പം ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു ചോദിച്ചാൽ അങ്ങേക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിന് കൃത്യമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒറ്റ അടിക്ക് നമ്മളോട് ചോദിച്ചാൽ എനിക്ക് അതെങ്ങനെ പറയാൻ പറ്റുക? അല്ല, അതിൻ്റെ പ്രൊസീജിയർ, നടപടിക്രമങ്ങളാണ്. ഉണ്ടാവും. അതെന്താണ്? നമ്മൾ 18 സിദ്ധന്മാർ ജ്യോതിഷത്തിലുണ്ട്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് വൈത്തീശ്വരത്ത് ജ്യോതിഷം, നമ്മൾ ഭോഗർ ഉൾപ്പെടെയുള്ള പഴനി മുരുകനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, അത് അതിൻ്റെ ഒരു നിയമമാണ്. ഇതിൻ്റെ മറ്റൊരു യോഗിയാണ് പരാശര ഗുരു, പരാശര ജ്യോതിഷം. ഈ പരാശര ഗുരു എഴുതിയ ജ്യോതിശാസ്ത്രം മാത്രമല്ലാണ്ട് വേറെ ഒരു രഹസ്യ നിയമമാണ് പരാശര നാഡീജ്യോതിഷം. അതല്ല, വ്യത്യസ്തമുണ്ട്. അത് ജാതകങ്ങൾ എഴുതി വെച്ചിരിക്കും, ഓൾറെഡി എഴുതി വെച്ച ഇത് അതല്ല. ഇത് പരാശര നാഡീജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷവുമായി തന്നെ അഭേദ്യ ബന്ധമുള്ള കുറച്ച് രഹസ്യ, നമ്മുടെ നാട്ടിൽ കുറെ പേര് ചെയ്യുന്നുണ്ട്. ഉണ്ടാവും. കുറെ നിയമങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 5 തത്വങ്ങൾ, ഒന്ന് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, രാശിമണ്ഡലങ്ങൾ, ഇത് സാമാന്യമായിട്ട് അസ്ട്രോളജിയിൽ എടുക്കുന്നു. എന്നാൽ കർമ്മ അസ്ട്രോളജിയിൽ ഇതിൻ്റെ കൂടെ പഞ്ചതത്വങ്ങൾ എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളെയും ചെയ്ത കർമ്മങ്ങളെയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ആത്മാവ് ഒരു ഭൂമിയിലേക്ക് പറക്കുന്നു, അവൻ്റെ പൊക്കിൾക്കൊടി കട്ട് ചെയ്യുന്ന സമയം അവൻ്റെ ലഗ്നമായിട്ട് സ്ഥിരീകരിക്കുന്നു. ലഗ്നമാണ് ആത്മാവ്, അതിനെ 1-ാം ഭാവം തൻ്റെ ശരീരമായിട്ട് കാണുന്നു. അപ്പോൾ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രയോ യശസുഖം ജയോ വവുശ്ച തത് സർവം ചിന്തനീയം വിലഗ്നത. 1-ാം ഭാവം കൊണ്ട് അവനവൻ്റെ അനുഭവങ്ങളെയും അവനവനെ തന്നെ ചിന്തിക്കുന്നതാണ് 1-ാം ഇടം. ഇതിനെ ലഗ്നമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇതിൻ്റെ 5-ാം ഭാവം കൊണ്ട് നമ്മൾ പൂർവജന്മത്തെ നമ്മൾ ചിന്തിക്കണം. 9-ാം ഭാവം കൊണ്ട് വരാൻ പോകുന്ന ജന്മങ്ങളെയും ചിന്തിക്കണം. അങ്ങനെ പറയുമ്പോൾ അടുത്ത ജന്മം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റും. ഇനിയും ജന്മങ്ങളുണ്ട്. അപ്പം 5-ാം ഭാവം കൊണ്ട് പൂർവജന്മം. അപ്പോൾ 5-ാം ഭാവം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ധനു ലഗ്നത്തിലേക്ക് ഒരാൾ പറന്നു. 12 രാശിചക്രങ്ങളിൽ ധനു എന്ന് പറയുന്ന രാശി, അത് ആ വ്യക്തിക്ക് ജനന ലഗ്നമായിട്ട് തീർന്നു. അപ്പോൾ ഇവൻ്റെ പൂർവ്വജന്മത്തെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നേരെ 5-ാം ഭാവത്തിലേക്ക് പോയി. അപ്പോൾ 5-ാം ഭാവത്തിലേക്ക് പോയി, 5-ാം ഭാവം മേടം രാശിയാണ്. മേടത്തിൻ്റെ അധിപനാരാണ്? ചൊവ്വയാണ്. അപ്പം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹവുമായിട്ട് ഇവന് പൂർവ്വജന്മത്തിൽ എന്തോ ഒരു ബന്ധമുണ്ടായിരിക്കണം. അപ്പം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് സൈന്യാധിപൻ, ഭൂമിക്കുടയവൻ. സൂര്യനാണ് രാജാവ്, ചൊവ്വയാണ് സൈന്യാധിപൻ, നോക്കി നടത്തുന്നവനാണ് ചൊവ്വ. അപ്പോൾ ഇവൻ്റെ പൂർവ്വജന്മത്തിൽ ഇവരുടെ എന്ത് ബന്ധം ഉണ്ടാവും? ഭൂമിക്ക് ഉടയനുമായിട്ട് ഇവനൊരു ബന്ധം ഉണ്ടായിരിക്കും. ലഗ്നം എന്ന് പറയുന്ന ആത്മാവാണ്. അപ്പോൾ ലഗ്നം എന്ന ധനു എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയാണ്. വ്യാഴം എന്ന് പറയുന്നത് വിപ്രനാണ്. വിപ്രൻ എന്നാൽ ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ കർമ്മകാര്യങ്ങൾ, ബ്രഹ്മത്തെ അറിയുന്നവൻ. അപ്പം ഇവന് ലഗ്നവും 5-ാം ഭാവവും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്താൽ ഏറെക്കുറെ ഒരു ധാരണ നമുക്ക് കിട്ടും. എന്താ? ഇവ മുജ്ജന്മത്തിൽ വൈദികർമ്മ കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അതായത് ഒരാളുടെ ഇപ്പോൾ ഞാൻ എൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ രാശി നോക്കണം പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ഗണിച്ച് പറയുന്നത് പോലെ ഗണിച്ചിട്ടാണ് ഗണിച്ച് തന്നെ പറയാൻ പറ്റും. ചില നിയമങ്ങളുണ്ട്. ഇത് ഞാൻ കണ്ടെത്തുന്ന ഒരു നിയമമാണ്, അസ്ട്രോളജിയുടെ ഒരു നിയമമാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് തന്നെ കുറേ പ്രോസസ്സുണ്ട്. അതാണ് നക്ഷത്രം, തിഥി, കരണം, നാമയോഗം, ഇങ്ങനെയുള്ള കുറേ നിയമങ്ങളുണ്ട്. ഇതാണ് ഇപ്പം തിഥിയുടെ കർമ്മ. തിഥി കർമ്മയാൽ വിധി വേല ചെയ്യും. ഇപ്പം തിഥിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ശ്രീരാമൻ പിറന്നത് നവമി തിഥിക്കാണ്. അപ്പം നവമി തിഥിയിലേക്ക് ഒരാത്മാവ് പിറക്കുമ്പോൾ അവർക്ക് ചിങ്ങം രാശിയും വൃശ്ചികം രാശിയും തിഥി ശൂന്യ രാശിയായിട്ട് മാറും. ഇരട്ട രാശിയായിട്ടെന്നാണ് അർത്ഥം. അപ്പോൾ തിഥി ശൂന്യം എന്ന് പറഞ്ഞാൽ ആ ഭാവത്തിനും ആ ഗ്രഹത്തിനും ബലം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ചിങ്ങൻ രാശി തിഥി ശൂന്യമായി വരുമ്പോൾ ചിങ്ങത്തിൻ്റെ അധിപനാരാണ്? സൂര്യൻ. സൂര്യൻ എന്ന് പറയുന്ന ആരാണ്? അച്ഛൻ. അപ്പം അച്ഛൻ മുഖേന ഈ ആക്കി ഇരുട്ടുണ്ടാവാൻ കർമ്മ വരും. അപ്പം ശ്രീരാമൻ്റെ ജീവിതം എടുത്ത് നോക്കിക്കോളൂ. അച്ഛനും മകനും കുടുംബവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആലോചിച്ച് നോക്കും. കാട്ടിപ്പോകാനുള്ള കർമ്മമൊന്നുമില്ല. അച്ഛൻ കഠിനമായ വേദനയോടുകൂടിയല്ലേ മരണപ്പെട്ടത്. അപ്പോൾ സൂര്യൻ ഇരുട്ടായി പോയപ്പോഴേക്കും അച്ഛന് ബാധം വന്ന കണ്ടോ? രണ്ടാമത്തെ കർമ്മ വൃശ്ചികൻ രാശി തിഥിശൂന്യ രാശിയായിട്ട് വന്നു. വൃശ്ചികത്തിൻ്റെ അധിപൻ ആരാണ്? ചൊവ്വ. ചൊവ്വ ആരാണ്?
ഭൂമികാരകൻ, ഭൂമി സംബന്ധമുള്ള പ്രശ്നത്തിലൂടെ അല്ല ഇദ്ദേഹം കാട്ടിപ്പോകാൻ കർമ്മം അതെ. മനസ്സിലായോ? മൂന്നാമതൊരു കാര്യം കൂടെ പറയാം. പുണർദം നക്ഷത്രത്തിലേക്കാണ് അദ്ദേഹം പറഞ്ഞത്. പുണർദം നക്ഷത്രത്തിൽ ശ്രീരാമൻ പറഞ്ഞു. പുണർദം നക്ഷത്രത്തിലേക്ക് പിറക്കുമ്പോൾ അവർക്ക് ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ കർമ്മശാപം ഇവരിൽ ബാധിക്കും. ഈ നക്ഷത്രത്തിന് അതുണ്ട്. അപ്പോൾ ശ്രീരാമൻ പിറന്ന ലഗ്നം കർക്കിടക ലഗ്നമാണ്. ശനി ഇവർക്ക് ശാപമായിട്ട് തീർന്നു. അപ്പം കർക്കടക ലഗ്നത്തിൻ്റെ 7ാം ഭാവം ശാപമായി. 7 വെട്ടും ശനിയുടെ സ്ഥാനമാണ്. 7 എന്ന് പറയുന്ന സ്ഥാനം ഏതാണ്? വിവാഹ മദനാലോക ഭാര്യാവർത്തൃ സമാഗമ. അപ്പോൾ ഭാര്യയുടെ സ്ഥാനമാണ് 7ാം ഭാവം. അപ്പം ശ്രീരാമൻ്റെ മാരീഡ് ലൈഫ് എടുത്ത് നോക്കിക്കോളൂ. ഈ ശാപകർമ്മം അവിടെ ബാധിച്ചത് കണ്ടോ? 8ാം ഇടം പിരിക്കുന്ന സ്ഥാനം, ഇവർ തമ്മിൽ പിരിയാൻ കർമ്മം വന്നത് കണ്ടോ? അപ്പം ഈ ദേവന്മാർ, ഈശ്വരന്മാർ പോലും നമുക്ക് ഓരോ പാഠങ്ങളാണ് നമുക്ക് തരുന്നത്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു നിയമമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ളൊരു കാരണം? പിതൃശാപം എന്ന് പറയുന്നൊരു കർമ്മം നമുക്ക് എടുക്കണം. ശ്രീരാമൻ്റെ അച്ഛനായ ദശരഥ മഹാരാജാവ് മുമ്പ് തന്നെ ശാപം വാങ്ങിയിട്ടുണ്ട്. എന്താ? പുത്രദുഃഖത്തോടു കൂടിയും ശോകം അനുഭവിക്കാൻ കർമ്മ വരുമെന്ന് അതിൻ്റെ നിയമമാണ്. മറ്റൊരു ഉദാഹരണവും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അറിയാം, പാലാഴി മഥനം നടന്ന കഥ. പാലാഴി മഥനം, പാലാഴി മഥനത്തിൽ ഇത് നടക്കാനുള്ള കാരണം തന്നെ എന്താ? ഇന്ദ്രൻ്റെ ശാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലാഴി മഥനം നടന്നത്. മര്യാദയ്ക്ക് നടന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്ന വെച്ചാൽ ഇല്ലായിരുന്നു. കർമ്മ ബാധിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറയുന്നത്, ഇന്ദ്ര പദവി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സൗഭാഗ്യങ്ങളോടും രാജകീയമായ കാര്യങ്ങളോടൊക്കെ കൂടി നടക്കേണ്ട കർമ്മയല്ലേ ഇന്ദ്ര പദവി. സുഖഭോഗങ്ങളാൽ സന്തോഷമായിട്ട് പോകുന്ന കാര്യങ്ങളാണല്ലോ. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇങ്ങനെ നടന്ന സമയത്ത് അതുവഴി ദുർവാസാവ് മഹർഷി നടന്നു പോന്നു. അപ്പം അവിടെയുള്ള സ്ത്രീകളായിരിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്തു? ദുർവാസാവ് മഹർഷിക്കൊരു പൂമാല കൊടുത്തു. അദ്ദേഹത്തിന് എന്തിനാ? സന്യാസിയല്ലേ, ഇതിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കണമല്ലോ എന്ന് കരുതിയപ്പോൾ ഇന്ദ്രൻ അതുവഴി വരുന്നു. ഇന്ദ്രൻ ഈ മാല കൊടുത്തു. ഇന്ദ്രൻ ആ അനാദരവ്, ഒരു ബഹുമാനമില്ലാത്തതുപോലെ ഈ ആനയുടെ ഐരാവത്തിൻ്റെ പുറത്തിരുന്ന് തന്നെ ഇത് വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചിട്ട് ഒരു സന്യാസിയല്ലേ, ഒരാചാര മര്യാദ കൊടുക്കണമല്ലോ. മനസ്സിലായി? അപ്പം കർമ്മ ബാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ദ്രൻ അതെടുത്ത് ഒരു ബഹുമാനമല്ല, ഇത് ആനയുടെ പുറത്ത് വെച്ച്. അപ്പോൾ ഈ പൂവല്ലേ, പൂവിൻ്റെ മണം കൊണ്ട് അവിടെ വണ്ടുകൾ വന്നു. വണ്ടുകൾ വന്ന് ആനയ്ക്ക് ഡിസ്റ്റർബായി. ആന ഒന്ന് കുടച്ചു, പൂ താഴെ വീണു. ഐരാവതം അത് ചവിട്ടി. ഇത് ആരാ ഇവിടെ കണ്ടോണ്ട് വന്നു? പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? നീ നിന്റെ സകല കാര്യങ്ങളും അതപ്പതിച്ച് പോട്ടെ. കർമ്മ ബാധിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് മര്യാദയ്ക്ക് നടന്നിരുന്ന വ്യക്തിയാണ്. ഒരു പണി കാണിച്ചപ്പോൾ കിട്ടിയ പണി കണ്ടോ? അതിന് ശേഷം പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്? സ്വർഗത്തിൽ നിന്ന് പുറത്തായി. അപ്പൊ കർമ്മയല്ലേ ഈ സൗഭാഗ്യത്തെ മുഴുവൻ നശിപ്പിച്ചത്? അല്ല, അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞു കേട്ടെ. നമ്മൾ പറയുന്നത് ഈ മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ജന്മം പൂർണ്ണമാകുന്നത് പിന്നെ പുനർജന്മം ഇല്ലാതാകുമ്പോഴാണ് വിഷ്ണുവാദത്തിൽ സമർപ്പിക്കപ്പെടും ജീവിതം. എന്നാണല്ലോ നമ്മുടെ നിലയം പ്രാപിക്കുമെന്നാണ് നമ്മുടെ സങ്കല്പം. എൻ്റെ പരിമിതമായ അറിവ് എന്ന് പറയുന്നതാണ്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് മുൻ ജന്മത്തിലെ പാപഭാരങ്ങൾ അല്ലെങ്കിൽ കർമ്മഭാരങ്ങൾ ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത ജന്മം എടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടും. അങ്ങനെയാണെങ്കിൽ ചില ആളുകൾ നരേന്ദ്രമോദിയായിട്ട് ജനിക്കുന്നു, പ്രധാനമന്ത്രിയാവുന്നു. വേറെ ചില ആളുകൾ കഷ്ടപ്പെടാൻ ജനിക്കുന്നു. അപ്പം മുജ്ജന്മ പാപമാണ് പുനർജന്മം കൊടുക്കുന്നെങ്കിൽ ചിലർ മോദിയാവുന്നു, ചിലർ അംബാനിയാവുന്നു, ചിലർ ദരിദ്രരാവുന്നു. ഇതെന്തുകൊണ്ടാണ്? അല്ല, അതിനും ഇതേ കർമ്മ തന്നെ ബാധിക്കപ്പെടാമല്ലോ. ഇപ്പോൾ ഓരോ നക്ഷത്രങ്ങളിലേക്കും പിറക്കുന്നതിൻ്റെ പിന്നിലും ഇതേ തന്നെ രഹസ്യങ്ങളുണ്ട്. പണക്കാരനാവുമോ പാമരനാകുമോ എന്നത് രണ്ടാമത്തെ കാര്യം. അത് അവൻ ചെയ്ത നല്ലതും ചീത്തതുമായ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവന് സുഖങ്ങളെയും ദുഃഖങ്ങളെയും തിരഞ്ഞെടുക്കാൻ അനുഭവം വരുന്നത്. ഇപ്പോൾ ഓരോ നക്ഷത്രങ്ങളിലേക്ക് ഒരു ജനിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവൻ്റെ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകും, ഇവൻ്റെ മുജ്ജന്മത്തിൽ ഇവൻ മരണപ്പെട്ടതിന് ശേഷം ഇവന് ഏത് കർമ്മയിലാണ് വസിച്ചിരുന്നത്. ഇപ്പോൾ ഗരുഡ പുരാണത്തിൽ നരകങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവൻ ഏത് നരകത്തിലാണ് വസിച്ചതെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവന് ഒരു കർമ്മ ഉണ്ടാവും, വീണ്ടും ജനിക്കാനായിട്ടൊരു സാഹചര്യങ്ങൾ വരും. ഇവൻ നല്ല അനുഭവങ്ങളാണ് ഇവൻ ചെയ്തത് എങ്കിൽ, അവൻ ഇവിടെ കർമ്മ പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല എങ്കിൽ നല്ല അനുഭവങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവന് പുനർജനിക്കേണ്ടി വരും. കെട്ട കർമ്മ കാര്യങ്ങളാണ് അവൻ ചെയ്തത് എങ്കിൽ അവൻ ഇവിടെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ. ഈ ആത്മാവ് ഡിസിഷൻ എടുക്കുന്നതാണ്. നമ്മളെ ആരും സൃഷ്ടിക്കുന്നതോ നീ അങ്ങോട്ട് പോകൂ എന്ന് പറയുന്നതല്ല.
ആത്മാവിൻ്റെ പ്രയാണം മോക്ഷം പ്രാപിക്കുക. ഇനി ഒരു പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ആത്മാവിൻ്റെ ലക്ഷ്യം. ആചാര്യസ്വാമികൾ പറഞ്ഞല്ലോ പുനരഭിജനനം, പുനരഭിമരണം. അപ്പം ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ആത്മാവിൻ്റെ പ്രയാണം. ഇപ്പം എൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടി, അല്ലെ എൻ്റെ കാമത്തിന് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ ഇവിടെ ചെയ്ത അനുഭവം മറ്റൊരുത്തിന് വിനയായി തീർന്നിട്ടുണ്ടെങ്കിൽ, മറ്റൊരുത്തൻ്റെ ഭാര്യയെ ഞാൻ കവർന്നിട്ടുണ്ടെങ്കിൽ, മറ്റൊരുത്തൻ്റെ ധനത്തെ ഞാൻ ഉണ്ടെങ്കിൽ, മറ്റൊരുത്തനെ ഞാൻ ഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗുരുവിനെ ഞാൻ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യയെ ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ സന്താനങ്ങളെ ഞാൻ ഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ശാപം പഞ്ചമഹാപാപങ്ങളായി എന്നിൽ നിലനിൽക്കപ്പെടുക്കും. അപ്പം ഈ പഞ്ചമഹാപാപങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ആത്മാവിന് ഗതി, മോക്ഷം, സ്വർഗപ്രാപ്തി, ബ്രഹ്മത്തിൽ ലയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആത്മാവിന് വീണ്ടും കർമ്മക്കടക്കൾ ഇവിടെ കിടക്കുകയാണ്. ശരീരം ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ആത്മാവിന് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ശരീരം ആവശ്യമാണ്. അപ്പോൾ ആത്മാവിന് വീണ്ടും ശരീരം എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ആത്മാവ് ഡിസിഷൻ എടുക്കും, എനിക്ക് വീണ്ടും ജനിക്കണം. അങ്ങനെ എന്ത് ചെയ്യും? ഒരു നമ്മൾ പറയും കാലൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ കാലനും ഈ ആത്മാവും തമ്മിലൊരു ഡീലുണ്ട്, എനിക്ക് വീണ്ടും പുനർജനിക്കണം. അപ്പോൾ ഇന്ന പോലെയുള്ള കർമ്മകാര്യങ്ങളായിരിക്കും നിനക്കിവിടെ അനുഭവപ്പെടുക്കേണ്ടി വരിക. ശരി, എന്താ എൻ്റെ ആവശ്യം? അന്ന് ഞാൻ നരകത്തിൽ കിടന്ന് കുറേ അനുഭവിക്കുക. അപ്പോൾ എനിക്ക് ആ വിഷ്ണുവിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ കർമ്മങ്ങളെ പൂർണ്ണമായിട്ട്, ഈ പാപങ്ങളെ ഞാൻ പൂർണ്ണമായിട്ടും എന്നിൽ നിന്ന് ഇല്ലാണ്ടാക്കണം. അതിന് ഞാൻ എന്ത് വേണം? ഈ പാപങ്ങൾ സ്വയം അനുഭവിച്ച് തീർക്കണം. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മാവ് വീണ്ടും ഡിസിഷൻ എടുത്ത് പുനർജനിക്കുന്നത്. അപ്പോൾ ആത്മാവിന് നല്ല കർമ്മകാര്യങ്ങൾ ചെയ്തിട്ട് ഒറ്റ കാര്യം കൂടെ, ആത്മാവ് പുണ്യകർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാവിന് തന്നെ ഡിസിഷൻ എടുക്കാം. എന്താ? ഞാൻ ഇന്ന രീതിയിൽ ജനിച്ചാൽ എനിക്ക് ഇവിടെ സൗഭാഗ്യ കർമ്മങ്ങൾ ഉണ്ടാകും. ശരി ശരി ശരി. അത് അനുഭവിക്കാൻ യോഗമില്ലാത്തവരാണ് ഞാൻ ഇങ്ങനെ ജനിക്കാൻ പറ്റുള്ളൂ സ്വയം ബോധ്യപ്പെട്ട് നിവർത്തിയില്ലാണ്ട് ജനിക്കുന്ന. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന കാര്യമാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. അതായത് ഞാൻ ചോദിക്കാൻ വന്നത്, അതായത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും പുനർജന്മത്തിലൂടെ വന്നവരാണോ? അതെ. പുനർജന്മം ഇല്ലാത്ത ആരും ഒറ്റ മനുഷ്യനും ഇല്ല. ഒരാൾ ഇങ്ങോട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന് മുജ്ജന്മവും പുനർജന്മവും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുനരവി ജനനം, പുനരവി മരണം, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോന്നിനും ഒരു നിയമം ഉണ്ടല്ലോ. ഒരു ക്ലോക്ക് കറങ്ങി ഒരിടത്തൊന്ന് സമാപിക്കുമല്ലോ. 12 മണി തുടങ്ങി ഒരിടത്ത് അവസാനിക്കുമല്ലോ. വീണ്ടും 1, 2, 3 വീണ്ടും വരികയല്ലേ. എന്നാൽ പിന്നെ അത് തീർന്നാൽ പോരായിരുന്നോ? വീണ്ടും എന്തിനാ വന്നേ? 4 യുഗങ്ങളില്ലേ? ഓരോ യുഗങ്ങളും കറങ്ങി വന്നിട്ടില്ലേ? വീണ്ടും എങ്ങോട്ട് തന്നെ പോകുന്നത്? സത്യയുഗത്തിലോട്ട് തന്നെ പോകുന്നത്. അല്ല, ഞാനിപ്പോൾ നമ്മൾ ഈ ചില ആളുകളൊക്കെ ഇങ്ങനെ വലിയ സെലിബ്രിറ്റികളുടെ കാര്യമൊക്കെ പറയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിലാരായിരുന്നു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. അങ്ങനെ ആരാണ്? മോദിയെക്കുറിച്ച് നോക്കിയിട്ടുണ്ടോ? മോദിയെ പറ്റി നോക്കിയിട്ടുള്ളതിനേക്കാൾ അനിഴം നക്ഷത്രമാണ് മോദി പറഞ്ഞത്. അപ്പം മോദി അനിഴം നക്ഷത്രത്തിലേക്ക് പറക്കണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാ ഒരു കർമ്മകാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അനിഴം നക്ഷത്രത്തിലേക്ക് ഒരാൾ പറക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ മുജ്ജന്മം, പൂർവ്വജന്മം, ആ പൂർവ്വജന്മത്തിൽ ഇവർ കുറച്ച് അധികാര സ്വഭാവങ്ങൾ കൈയേറിയവരായിരിക്കും. ഇവർ കുറച്ച് സമ്പത്ത്, പിടിപാടുകൾ, ഗംഭീരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ ഉള്ളവരായിരിക്കും ഇവരുടെ അനിഴം നക്ഷത്രത്തിൻ്റെ പൂർവ്വജന്മം. അപ്പം ഈ അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൃശ്ചികൻ രാശിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് തേളിൻ്റെ രാശിയാണ്. അപ്പോൾ തേളെന്ന് പറഞ്ഞാൽ ഇറുക്കുന്ന രാശിയാണ്. വാലിലാണ് അതിൻ്റെ വിഷം ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? മുന്നിൽ സന്തോഷമായി നിന്നിട്ട് പിന്നിലൂടെ പല ദോഷകർമ്മങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശി ആയതുകൊണ്ട് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ആക്രമോത്സുക സ്വഭാവമുള്ള രാശിയാണ് ചൊവ്വ. അപ്പോൾ ഇവർ ഈ അനിഴ നക്ഷത്രത്തിൻ്റെ മുജ്ജന്മം ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ചില വ്യക്തികളെ കഠിനമായ രീതിയിൽ ഉപദ്രവിച്ച ശാപങ്ങളുണ്ടാവും. മാത്രവുമല്ല, ഇത് ശനിയുടെ നക്ഷത്രമായതുകൊണ്ട് ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ. വളരെയേറെ കഷ്ടപ്പെടുന്നവർ, തൂക്കുക, തുടയ്ക്കുക, അടിമ വേല ചെയ്യുക, ഇങ്ങനെയുള്ള ആളുകൾ. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെയുള്ള ആളുകളെ കഠിനമായ രീതിയിൽ ജോലി കർമ്മ കാര്യങ്ങളൊക്കെയും ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് കൃത്യമായ രീതിയിൽ വേതനങ്ങൾ കൊടുക്കാണ്ടിരിക്കുകയും അവരെ കഠിനമായ രീതിയിൽ ദുഃഖിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ശാപകർമ്മങ്ങൾ ഇവരിലുണ്ടാവും. അപ്പോൾ ഈ നക്ഷത്രം, അനിഴം നക്ഷത്രം എന്ന് പറയുന്നത്
വ്യാഴമെന്ന് പറയുന്ന രാശിയുമായിട്ട് ഇവർക്ക് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തോട്ട് പോകേണ്ട രാശി ഏതാ? വ്യാഴ കർമ്മയിലേക്കാണ്. മോക്ഷത്തിലേക്ക് പോകേണ്ട കർമ്മയാണ്. അപ്പോൾ ഇവരുടെ മധ്യവയസ്സിന് ശേഷം ഇവരെന്ത് ഉണ്ടായിട്ടുണ്ടാവും? തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടാവും. ജീവിതത്തിൻ്റെ ഒരു മധ്യഭാഗം കഴിയുമ്പോഴേക്കും ഇവർക്ക് മനസ്സിലാവും, ഇത് ഞാൻ ചെയ്ത തെറ്റാണ്. പശ്ചാത്താപം ഇവർക്കുണ്ടാവും. മുൻജന്മത്തിൽ പശ്ചാത്താപം ഉണ്ടാവും. ഞാനിത് പരിഹരിക്കണം, ഞാൻ അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ കർമ്മകാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് ഒരു സേവന കർമ്മങ്ങളിലേക്ക് ഇവർക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് കൊടുക്കും. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അവർ ചെയ്ത ആ പാപത്തിൻ്റെ ഫലം ജീവിതത്തിൻ്റെ മധ്യവയസ്സിന് ശേഷം പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ വീണ്ടും പുനർജനിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ജനങ്ങൾക്കും സമൂഹത്തിനും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കാനും ജീവിക്കാനും തുടങ്ങും. ഇതവർ ചെയ്യുന്നില്ല എങ്കിൽ ഇവരുടെ ജീവിതം വളരെയേറെ കഷ്ടതയായിരിക്കും. ഇവർക്ക് ലൗകികപരമായ ജീവിത കർമ്മ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കല്യാണ ജീവിതങ്ങൾ, കുടുംബ ജീവിതങ്ങളൊക്കെ ഇവർക്ക് ബാധിക്കപ്പെടും. പക്ഷേ ഇവർ നേതൃത്വ ഗുണമുള്ളവരായിരിക്കും. അനിഴ നക്ഷത്രത്തിൽ പിറക്കുന്ന ഏത് ആൾക്കാരെ എടുത്ത് ഭയങ്കര ഉത്സാഹികളായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഇപ്പം നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞു, അങ്ങ് ഇതുപോലെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ വേറെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ മുജ്ജന്മത്തിൽ ഇങ്ങനെ നോക്കിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒരുപാട് കൗതുകത്തിന് നോക്കിയിട്ടുള്ളത്. നയൻതാരയുടെ നോക്കിയിട്ടുണ്ട്. ഓ, നയൻതാര മുൻജന്മത്തിൽ ആരായിരുന്നു? അതൊക്കെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നയൻതാരയ്ക്ക് അത് പ്രശ്നമില്ല. കാരണം നയൻതാര ഇത് കാണുമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം നയൻതാരയുടെ മുജ്ജന്മത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും വളരെയേറെ അപ്സരസ് പോലെയുള്ള സൗന്ദര്യമുള്ള ആരെയും ഭ്രമിപ്പിക്കുന്ന ഒരാളായിരുന്നു നയൻതാര. ഇപ്പം പല ആൾക്കാരും നർത്തകി അല്ലെങ്കിൽ ദേവദാസി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നയൻതാരയുടെ മുജ്ജന്മം. അപ്പോൾ ഒരുപാട് ആളുകളെ, രാജാക്കന്മാരെ, ബ്രാഹ്മണന്മാരെ, മറ്റ് ദേശത്തെ പ്രമാണിമാരെ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തൻ്റെ സൗന്ദര്യത്തിൻ്റെ ബലത്താൽ ആകർഷിക്കുകയും വിട്ടുപോകാൻ പറ്റാത്ത പോലെ ഉള്ള അവസ്ഥകളിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്ത അനുഭവങ്ങൾ മുജ്ജന്മത്തിലുണ്ട്. ആ ഫലത്തിൻ്റെ ഫലമായിട്ട് ഈ കൂടെ വന്ന ആളുകളുടെ ഭാര്യമാർ, സന്താനങ്ങൾ ഒക്കെ ഒരുപാട് വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു കർമ്മശാപം നയൻതാരയുടെ മുജ്ജന്മത്തിലുണ്ട്. ഒരു ദേവദാസി എന്നുള്ള നിലയിലേക്ക് ജീവിച്ചു വന്ന ഒരു അനുഭവ കർമ്മ നയൻതാരയ്ക്ക് മുജ്ജന്മത്തിലുണ്ട്. ആ കർമ്മശാപത്തിൻ്റെ ഫലമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ കർമ്മകാര്യങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കുടുംബജീവിത സാഹചര്യങ്ങളിലൂടെയും പല ആൾക്കാരായാലും പറ്റിക്കപ്പെടാനും മനക്കഷ്ടം ഉണ്ടാവാനും ഒക്കെ വിധിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇത് വരേണ്ടി വരും. എൻ്റെ ഇടയ്ക്ക് ജാതകം നോക്കിയിട്ടുള്ളതാണ്. പാസ്റ്റ് ലൈഫ് കർമ്മകാര്യങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്, നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല ഫിലിം മേഖലയിലേക്ക് വന്ന കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഡെവലപ്പ് ആകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും ഈ കർമ്മശാപങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത കുറേ ക്ഷേത്രങ്ങളുണ്ട്, കർമ്മക്ഷേത്രങ്ങൾ. തെങ്കാശി, കാശി പോലെ തന്നെയാണ് തെങ്കാശി. തമിഴ്നാട് എന്ന് പറയുന്നത് ഭയങ്കരമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള കർമ്മങ്ങളെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാശി, തെങ്കാശി, ഒന്നവിടെ ഒന്നിവിടെ. ഈ രണ്ട് കർമ്മങ്ങളും നമ്മുടെ കർമ്മയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന സ്ഥലം ഏതാ? തെങ്കാശിയാണ്. അവിടെ ഇതിന് തത്തുല്യമാകുന്ന ഒരുപാട് കർമ്മക്ഷേത്രങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജാതകത്തിൽ നമ്മളെ കയറ്റിവിടാനും ഒരു ഗ്രഹം ഉണ്ടാവും, ഇറക്കാനും ഒരു ഗ്രഹം ഉണ്ടാവും. ആ കയറ്റിവിടാൻ പ്രാപ്തമുള്ള ഗ്രഹത്തെ നമ്മൾ മുറുകെ പിടിച്ച് അതിന് വേണ്ടുന്ന കറക്റ്റ് കാര്യങ്ങളെ നമ്മൾ ചെയ്തു കൊടുത്താൽ അവൻ നമ്മളെ കയറ്റിക്കൊണ്ടുപോകും. നമ്മൾ അറിഞ്ഞോ അറിയാണ്ടയോ നമ്മളെ വീക്കാക്കി നിർത്താൻ കഴിവുള്ള ഒരു ഗ്രഹത്തെയാണ് നമ്മൾ തൊട്ടതെങ്കിൽ ആ ഗ്രഹം നമ്മളെ താഴെ കൊണ്ടുപോയി പണികിട്ടി. ഇപ്പോൾ ഒരൊറ്റ ഒരു ഉദാഹരണം പറഞ്ഞു. 12ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, ജയിൽവാസം അവനുണ്ടാവും. അവൻ അറിഞ്ഞോ അറിയാതെയോ ഒന്നുമില്ല, പോലീസ് സ്റ്റേഷനിൽ കയറാനുള്ള യോഗം അവന് വരും. അതവൻ്റെ നിയമമാണ്. 12 എന്ന് പറയുന്നത് ബന്ധനമാണ്, ശനി കാരാഗ്രഹം, ഇരുട്ടാണ്. അപ്പോൾ ഈ ഒരു യോഗമുണ്ടെങ്കിൽ ഇവൻ്റെ മുജ്ജന്മത്തിൽ ഇവൻ അറിഞ്ഞോ അറിയാതെയോ ആരെയോ പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവനൊരു ജയിൽവാസമോ
ഇരുട്ടറയിൽ കിടക്കാനുള്ള അനുഭവങ്ങൾ അവൻ ഇവിടെ വരും. ഇതിപ്പോൾ കാണുന്ന ആൾക്കാരാണ്. 12 ശനി നിൽക്കുന്നവൻ ഒന്ന് എടുത്തു നോക്കണം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ, ഞാൻ ജയിലിൽ കയറിയിട്ടുണ്ടോ, ഞാൻ കോർട്ടിൽ കയറിയിട്ടുണ്ടോ, അതിന് സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവർ മനസ്സിലാവും. ചൊവ്വ നിൽക്കുകയെന്ന് വെച്ചാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഡിവോഴ്സ് ഇഷ്യൂസ് വന്നിട്ട് കോർട്ടിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാൻ ഇവർക്ക് കർമ്മ വരും. അത് നിയമമാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഇവൻ മുജ്ജന്മത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന ദോഷങ്ങളുണ്ട്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് കന്നിപ്പെണ്ണ്, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള സ്ത്രീകളെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് ചൊവ്വ. ഭൂമികാരകനാണ്, പ്രണയത്തിൻ്റെ കാരകനാണ്. ശുക്രനും പ്രണയത്തിൻ്റെ കാരനാണ്. ചൊവ്വ ഫോഴ്സ് ചെയ്ത് കൊടുക്കും, പ്രണയത്തെ ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ഇവൻ മുജ്ജന്മത്തിൽ ഒരു കന്നിപ്പെണ്ണിന് ശാപം ചെയ്ത ദോഷമാണ് 12-ാം ഇടത്ത് ചൊവ്വ വരാൻ കാരണം. അതുകൊണ്ട് ഇവനിവിടെ എന്ത് പറ്റും, സ്ത്രീകളാൽ പറ്റിക്കപ്പെടാനോ കല്യാണം നടന്നാൽ ഫെയിലായി പോകാനോ സാധ്യത. മാത്രമല്ല ഇവൻ്റെ സെക്ഷൽ ലൈഫിൽ പ്രശ്നം വരും. ഇപ്പം വേറൊറ്റ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം വൃശ്ചികം രാശിയിൽ ശനിയോ ഗുളികനോ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിനോട് കൂടി ഗുളികനോ യോഗം ചെയ്താൽ അവൻ്റെ മർമ്മത്തിൽ കട്ടുവരും, സുന്നത്ത് ചെയ്യാൻ കർമ്മം വരും. ഇപ്പം മുസ്ലിംസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും വരുന്നു, അല്ലാത്തുള്ളവരുടെ കാര്യം പറയുന്നത്. ഇതിപ്പോൾ എത്രയോ ആൾക്കാർ കാണുന്നുണ്ടായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കണം. ഒന്നിൽ ഇവന്, അതല്ലെങ്കിൽ ഇവൻ്റെ സന്താനങ്ങളുണ്ടായ എൻ്റെ സന്താനങ്ങൾ, അതല്ലെങ്കിൽ ഇവൻ്റെ തൊട്ട് മുമ്പുള്ള കർമ്മയിൽ വംശം, അമ്മാവനോ ചിറ്റപ്പനോ അച്ഛനോ ആർക്കേലും ഈ യോഗം വരും. എന്താ കാരണം, ഇവൻ മുജ്ജന്മത്തിൽ ഒരു സ്ത്രീയെ ബലാത്കാര രൂപേണ സുഖമനുഭവിച്ച കർമ്മദോഷം ഇവനുണ്ട്. ആ ശാപത്തിൻ്റെ ഫലമായിട്ട് അവൻ ഇവിടെ എന്ത് പറ്റും, അവൻ്റെ മർമ്മത്തിൽ ഒരു സിമ്പൽ കിടക്കും. ഞാൻ എത്രയോ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ് തിരുമേനി. മനസ്സിലായോ? ഇത് കേൾക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും, ഷടാ ഇതൊക്കെ പറയാൻ പറ്റുമോ ജ്യോതിഷത്തിൽ? മനസ്സിലായി? എൻ്റെ മർമ്മത്തിന് കട്ട് വന്ന കാര്യം, അല്ലെങ്കിൽ എൻ്റെ മൂത്രത്തിൽ കല്ലുണ്ടായ കാര്യം, എനിക്ക് പ്രോസ്റ്റേറ്റ് പ്രശ്നമുള്ള കാര്യം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജാതകം എന്ന് പറയുന്നത് എത്ര മഹത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേവലം 12 രാശികളെ കൊണ്ടും 9 ഗ്രഹങ്ങളും ഗുളികൻ എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ടും 27 നക്ഷത്രങ്ങളെ കൊണ്ടും പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇവൻ്റെ കർമ്മങ്ങളെ കൊണ്ടും ചിന്തിക്കാത്തതായിട്ടൊരു കാര്യമില്ല. എല്ലാ സകല കാര്യങ്ങളും മനസ്സിലായി. ഇപ്പോൾ വേറൊരു കാര്യം പറയും. ഇപ്പം അവൻ്റെ ലഗ്നഭാവത്തിൽ രാഹു എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുകയാണ്. ഒരുവൻ്റെ ലഗ്നത്തിൽ രാഹു നിൽക്കുന്നു. അവൻ്റെ പേര് യസ് കൂട്ടിയ ഒരു പേരായിരിക്കും. ഇഷ് എന്ന് കൊടുക്കും. ഒന്നുകിൽ അവൻ്റെ പേരും അല്ലെങ്കിൽ അവൻ അച്ഛൻ്റെ പേര്, അല്ലെ അവൻ്റെ സ്വന്തത്തിൽപ്പെടുന്ന പേർക്ക് യസ് കൂട്ടി ആരെങ്കിലും കാണും. ആശിഷ്, സുരേഷ്, രമേശ്, ഗണേഷ്. എടുത്ത് ആൾക്കാരെടുത്ത് നോക്കട്ടെ. ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ യസ് കൂട്ടിയിട്ടുള്ള ഒരു അക്ഷരം അവൻ്റെ പേരിൽ വന്നിരിക്കും, ഒരു മാറ്റവുമില്ല. അവനത് വന്നില്ല എങ്കിൽ അവൻ്റെ സഹോദരനോ അച്ഛനോ ഭർത്താവിനോ ഭാര്യയ്ക്കോ ആർക്കേലും അവൻ്റെ കൂടെ ഈ ഒരു സാധനം ഉണ്ടാകും. കാരണം രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. സർപ്പത്തിൻ്റെ കർമ്മ എങ്ങനെ, ചീറ്റുന്ന ഒരു കർമ്മയാണ്. ഈ ഒരു സാധനം ഇവർക്ക് വരും, നിയമമാണ്. ഇങ്ങനെ എത്ര ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ കൗതുകമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്താ, ഇവൻ മുജ്ജന്മത്തിൽ ആർക്കെങ്കിലും ഭയങ്കരമായിട്ട് തലവേദന കൊടുക്കുക, ഭ്രാന്തി പിടിപ്പിക്കുന്ന പോലെ അവസ്ഥയിലേക്ക് എത്തിക്കുക. കാരണം അവന് ഭയങ്കരമായ ഡിസ്റ്റർബ് ഉണ്ടാക്കുക, മെൻ്റൽ ഡിസ്റ്റർബ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വല്ല പാരയൊക്കെ എടുത്തുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലഗ്നഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശനി, ഗുളികൻ ഈ ഗ്രഹങ്ങൾ വന്നിരിക്കും. ഉറപ്പായിട്ട് ഇവന് ശിരസിന് പ്രശ്നം, കഴുത്ത് മുതൽ തല വരെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഡിസ്റ്റർബ് ഇവൻ ജനനകാലം മുതൽ ഇവനുണ്ടാവും. കണ്ണ് പ്രശ്നം, കണ്ണിന് കാണാൻ പറ്റുക, കണ്ണിന് ഡിസ്റ്റർബ്, ഇയർ ബാലൻസ് പ്രോബ്ലംസുകൾ, പല്ല് പൊഴിച്ചിൽ, കഴുത്ത് തൈറോയ്ഡ് പ്രശ്നങ്ങൾ, മൈഗ്രീന്, അല്ലെ തലയിടിക്കുക പൊട്ടുക, മെൻ്റൽ ഇഷ്യൂസ്, ഭ്രാന്ത് എന്നുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം അവന് വരും. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ടല്ല ഈ പറയുന്നത്, രഹസ്യ കാര്യങ്ങളല്ലോ. ആൾക്കാരെടുത്ത് നോക്കട്ടെ, എനിക്ക് ഈ അനുഭവങ്ങളുണ്ട്, എൻ്റെ ജാതത്തിൽ ഇന്ന പോലെയാണോ ഗ്രഹങ്ങൾ നിൽക്കുന്നത്, അതിൻ്റെ കമൻറ്റ് വരും താഴെ. ശരിയാണ് തിരുമേനി, എനിക്ക് ഇന്ന അനുഭവങ്ങളുണ്ടെന്ന് വരും. വൃശ്ചികൻ രാശിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം, സുന്നത്തിൻ്റെ കാര്യം പറഞ്ഞു. കർക്കിടകൻ രാശിയിൽ, കർക്കിടകം എന്ന് പറയുന്ന രാശിയിൽ രാഹു, കേതു, ചൊവ്വ നിൽക്കുന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കിയോ. ഒന്നിൽ ഇവൻ്റെ ഹാർട്ട് കറക്റ്റ് ചെയ്യാനോ, ഹാർട്ട് പേഷ്യൻറ്റോ, ശ്വാസം മുട്ടൽ, ആസ്മ, അതല്ലെങ്കിൽ ഇവൻ്റെ വംശത്തിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തവർ,
ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടവർ, ആസ്മ മുഖേന വളരെയേറെ കഷ്ടപ്പെടുന്നവർ, ഇവനോ ഇവൻ്റെ അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ ഈ വംശത്തിലുണ്ടായിരിക്കും, ഒരു മാറ്റവും വരില്ല. ഇതാണ് നിയമം. ഇതെന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? ഇതിങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഇവൻ ഇന്ന രീതിയിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവൻ ആരുടെയെങ്കിലും ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്, മനസ്സിലായി. അതിൻ്റെ ഡിസ്റ്റർബ് ഇവൻ ഇവിടെ തൊന്തരവ് ചെയ്യും നിശ്ചയം. ഒരു മാറ്റം വരില്ല. ഏതായാലും പ്രേക്ഷകർ, ഇത് പുതിയ ഒരു വളരെ കൗതുകമുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഇത് അവസാനിക്കുകയല്ല. നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ പുണ്യം ബൈ ഇന്ത്യ ലൈവ് എന്നുള്ള ചാനലിൽ തിരുമേനി തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ തുടർന്നുള്ള വീഡിയോകൾ കാണണം. ഇതൊരു പൈലറ്റ് എപ്പിസോഡാണ്, കർട്ടൻ റൈസറായിട്ട് കൂട്ടിയാൽ മതി. ട്രെയിലറാണ്. സിനിമ പിക്ചർ അബിബി ബാക്കി ഹെ. ബാക്കി കാണാൻ വേണ്ടി പുണ്യം ബൈ ഇന്ത്യ ലൈവിലേക്ക് വരിക. അവിടെ അദ്ദേഹം ദീർഘമായി നമ്മുടെ എലിസബത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും പുണ്യം ബൈ ഇന്ത്യ ലൈവ് എന്നുള്ള നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു.